സ്വാഗതം ഫാസ്റ്റ് ന്യൂസിലേക്ക്. കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ കേസിൽ വ്ലോഗർമാർക്കെതിരെ ഹൈക്കോടതി. വ്ലോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ അറിയിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം. ആവശ്യമെങ്കിൽ നോട്ടീസ് അയച്ച് നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. വിവരങ്ങൾ നൽകാൻ എസ് ശരൺ ചേർത്തുണ്ട്. ശരൺ, എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? സൈബർ ടെക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വമേധയെടുത്ത കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സൈബർ ടെക്കിക്കെതിരായ നടപടി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് വാഹനത്തിലെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാണ്. ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും പിഴ ഈടാക്കാനും തീരുമാനമായിട്ടുണ്ട്. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിലെ ക്രിമിനൽ കേസെടുക്കും. ഒപ്പം തന്നെ ഈ നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്നുള്ളതും മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഈ കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. അപ്പോഴാണ് ഈ വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച് വ്ലോഗർമാർക്കെതിരെ ഹൈക്കോടതി പരാമർശം നടത്തിയത്. വ്ലോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ അറിയിക്കണമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ള നിർദ്ദേശം. ആവശ്യമെങ്കിൽ നോട്ടീസ് അയച്ച് നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾ സർക്കാർ നടപ്പിലാക്കിയില്ല എന്നുള്ള വിമർശനം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കേസ് പരിഗണിക്കുന്നത് ഈ മാസം 13 മാറ്റിയിട്ടുണ്ട്. ശരി ശരൺ.